ഹായ്, വിസ്മയ മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള അവരുടെ ആദ്യത്തെ സിനിമ തുടക്കം സിനിമ കണ്ടു. ജൂഡ് ആൻ്റണി ജോസഫാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റൈറ്റേഴ്സ് നമ്മുടെ തിരക്കഥ ഒരുക്കിയിരുന്ന അഖിൽ കൃഷ്ണ ആൻഡ് ലിനീഷ് നെല്ലിക്കൽ, ഇവർ രണ്ടുപേര് ചേർന്ന് അതിൻ്റെ കൂടെ നമ്മുടെ ജൂഡ് ആൻ്റണി കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഒരുക്കിയിട്ടുള്ളത്. 2018 ശേഷം നമ്മുടെ ജൂഡ് ആൻ്റണി ഒരുക്കിയിരിക്കുന്ന സിനിമയാണ്. 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നല്ലൊരു ഗ്യാപ്പ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരുക്കുന്ന സിനിമ എന്ന രീതിയിൽ തന്നെ ഇത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു പ്രചാരം കിട്ടിയിരുന്നു. കാരണം ജൂഡിൻ്റെ നെക്സ്റ്റ് സിനിമ മാത്രമല്ല, അത് ചർച്ചയാവാൻ കാരണം മോഹൻലാലിൻ്റെ മകൾ, ലാലേട്ടൻ്റെ മകൾ ആദ്യമായി വരുന്ന ഒരു സിനിമ, അത് നായികയായിട്ടുള്ള നല്ല പെർഫോമൻസ് നടത്തുമെന്നൊരു ജൂഡിൻ്റെ കൂടെയും കൂടി ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷ നൽകിയൊരു സിനിമയാണ്. എന്തായാലും സിനിമയ്ക്ക് മുമ്പ്, ഇറങ്ങുന്നതിന് മുമ്പുണ്ടായ വിവാദങ്ങളൊക്കെ അത് കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമ റിലീസ് ചെയ്തു. ആശീർവാദ് സിനിമാസാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ആശിഷ് ജോ ആൻ്റണി നല്ല പെർഫോമൻസ് നടത്തിയെന്നാണ്. ഡയലോഗ്സ് കുറവാണ്, സംഭാഷണങ്ങളൊക്കെ കുറവാണ്. സംഭാഷണങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഒരു വില്ലൻ ലുക്ക് സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക്, ആ ലുക്ക് മാത്രമല്ല ഒരു ഫീലും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തന്നെ വിസ്മയ മോഹൻലാൽ മോള് പിന്നെ ആ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് പിന്നെ ആദ്യത്തെ സിനിമ എന്ന രീതിയിലും തുടക്കക്കാരിയുടെ പരിഭ്രമങ്ങൾ അധികമൊന്നുമില്ല, ഒട്ടുമില്ലാതെ എന്ന് പറയാൻ പറ്റില്ല, അധികമൊന്നും ഇല്ലാണ്ട് അഭിനയിക്കാൻ വിസ്മയക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സിനിമയിൽ ഞാൻ കണ്ടൊരു പോസിറ്റീവ് സൈഡ്. പിന്നെ സ്ക്രീൻ പ്ലേ കുറച്ചുകൂടിയൊക്കെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. കുറച്ചും കൂടെ നന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയൊരു ഫീല് നമുക്ക് സ്ക്രീനിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷെ നല്ലൊരു ത്രില്ല് നിലനിർത്താൻ വേണ്ടി ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജൂഡിൻ്റെ ഒരു കയ്യൊപ്പായിരിക്കും തോന്നുന്നു. സ്ക്രീൻ പ്ലേയിലാണ് നമുക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും സിനിമ കാണുമ്പോൾ. എന്നാൽ പോലും ഫാമിലി ഓഡിയൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ ലാലേട്ടനൊരു എന്താ പറയുക, ഒരു സ്ലീപ്പ് സെൽ ഓഡിയൻസ് ഉണ്ടല്ലോ, അത് പുറത്തിറങ്ങുന്ന രീതിയിലേക്കുള്ളൊരു സിനിമ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഫാമിലിയെ സംബന്ധിച്ച് ഭയങ്കര തോട്ട് വേണം, ഭയങ്കര കണ്ടൻറ്റ് വേണം, അങ്ങനൊന്നുമില്ല. ഇതൊരു സിമ്പിൾ കണ്ടൻറ്റാണ്, സിമ്പിൾ ഒരു സ്റ്റോറിയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ചില ഇഷ്യൂസിനെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഫാമിലി ഓഡിയൻസിനെ കുറേ നല്ല രീതിയിൽ അവരെ ഹോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന ഒരു സ്ക്രിപ്റ്റായിരിക്കും തുടക്കം. എന്തായാലും മോശമല്ല, നല്ല രീതിയിൽ ഫാമിലി ഓഡിയൻസ് കയറുന്നുണ്ട്. ഇതിൻ്റെ എഡിറ്റിംഗ് ചമൻ ചാക്കോയാണ്. ജെഗ്സ് ബിജോയുടെ മ്യൂസിക്കാണ്. മ്യൂസിക്കിനൊന്നും അത്ര ഒരു ഇമ്പോർട്ടൻസ് അങ്ങനെയൊന്നും കണ്ടില്ല. ടോട്ടൽ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഒരു മോശമല്ലാത്തൊരു തുടക്കം നമുക്ക് വിസ്മയ മോഹൻലാലിൻ്റെ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റും.